Dear students, all of you are welcome to our online classes. I hope that all of you are safe at home. Here I am going to teach the second chapter of biology portion, and the name of the chapter is Windows of Knowledge. അതായത് അറിവിൻ്റെ വാതായനങ്ങൾ. നമുക്ക് അറിവ് നൽകുന്ന വാതിലുകൾ ഏതെല്ലാം? അത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ചില ഓർഗൻസ് ആണ്. അതായത് എന്നും നമുക്ക് ചുറ്റിലും നിരവധി കാഴ്ചകൾ, അതുപോലെ വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ, വ്യത്യസ്തങ്ങളായ ഗന്ധങ്ങൾ, കൊതിപ്പിക്കുന്ന രുചികൾ, അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും ദിവസവും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ ഈ കാണുന്നു, കേൾക്കുന്നു, അല്ലെങ്കിൽ മണത്തറിയുന്നു, ഇതെല്ലാം നമ്മുടെ തലച്ചോറിലെത്തണം. തലച്ചോറിലെത്തിയാൽ മാത്രമേ ഈ അനുഭവങ്ങൾ നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ അനുഭവങ്ങളെ നമ്മുടെ തലച്ചോറിലെത്തിക്കുന്ന ഓർഗൻസാണ് ഇന്ദ്രിയങ്ങളെന്ന് പറയും. ഇന്ദ്രിയങ്ങൾ, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ സെൻസ് ഓർഗൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ സെൻസ് ഓർഗൻസ് എന്ന് ചോദിച്ചാൽ, സെൻസ് ഓർഗൻസ് ആർ വിൻഡോസ് വിച്ച് ലീഡ് സെൻസേഷൻസ് ഇൻ ടു അവർ കോൺഷ്യസ്നസ്. സെൻസ് ഓർഗൻസ് ആർ വിൻഡോസ് വിച്ച് ലീഡ് സെൻസേഷൻസ് ടു അവർ കോൺഷ്യസ്നസ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ നമ്മുടെ ബോധതലത്തിലേക്ക് എത്തിക്കുന്ന അവയവങ്ങൾ, അതാണ് ഇന്ദ്രിയങ്ങൾ. നമ്മുടെ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. ദേ ആർ ഐ, ഇയർ, ടങ്, നോസ് ആൻഡ് സ്കിൻ. നമുക്ക് ഇവയെ ഓരോന്നിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അവയുടെ സ്ട്രക്ചർ, അതുപോലെ ഫങ്ഷൻസ് എല്ലാം പഠിക്കാനുണ്ട്. നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു ചെറിയ പത്രവാർത്തയിലാണ്. പത്രവാർത്ത എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നടന്ന ഒരു ഭൂചലനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഭൂചലനത്തിൽ ഒരുപാട് കെട്ടിടങ്ങൾ തകരുകയും ഒരുപാട് ആൾക്കാർ മരിക്കുകയൊക്കെ ഉണ്ടായി. ഒരുപാട് പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു രക്ഷാപ്രവർത്തകർ. എന്നാൽ ഡ്യൂ ടു ഹെവി റെയിൻ ആൻഡ് insufficient light, the rescue operations was difficult. ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഭയങ്കരമായ മഴ, അതിശക്തമായ മഴയും വെളിച്ചക്കുറവും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച നായ്ക്കളാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ചതെന്ന് പറയുന്നുണ്ട്. Specially trained dogs helped to detect the victims and save their lives during the crisis. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച നായ്ക്കൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ കണ്ടെത്താനും രക്ഷിക്കാനും സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം മനുഷ്യനേക്കാൾ ഈ ഒരു കാര്യത്തിൽ നായ്ക്കൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഈ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞതിൻ്റെ കാരണം എന്തായിരിക്കാം? വൈ ഡോഗ്സ് ആർ മോർ കേപ്പബിൾ ദാൻ ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദ ട്രാക്കിംഗ് ദ ഇൻജേർഡ് ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നായ്ക്കൾക്ക് മണം പിടിക്കാനുള്ള കഴിവ് മനുഷ്യനേക്കാൾ കൂടുതലുണ്ടെന്ന് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൂക്കിലുള്ളതിനേക്കാൾ, അതായത് മനുഷ്യൻ്റെ മൂക്കിലുള്ളതിനേക്കാൾ ഓൾഫാക്ടറി റെസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗന്ധഗ്രാഹികൾ എന്ന് മലയാളത്തിൽ പറയും. ഗന്ധം സ്വീകരിക്കാൻ കഴിവുള്ള കോശങ്ങളെയാണ് നമ്മൾ ഗന്ധഗ്രാഹികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾഫാക്ടറി റെസപ്റ്റേഴ്സ് നമ്മുടെ മൂക്കിലുള്ളതിനേക്കാൾ കൂടുതൽ എവിടെയുണ്ട്? നായ്ക്കളുടെ മൂക്കിലുണ്ട്. മനസ്സിലാവുന്നില്ലേ? ദ നമ്പർ ഓഫ് റെസപ്റ്റേഴ്സ് ഇൻ ദ സെൻസ് ഓർഗൻസ് ഈസ് ഡിഫറെൻ്റ് ഇൻ ഡിഫറെൻ്റ് ഓർഗാനിസംസ്. ഓരോ ജീവികളിലും ഉള്ള റെസപ്റ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഓരോ ജീവികളിലും വ്യത്യസ്തമായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ പറഞ്ഞില്ലേ, മനുഷ്യനിലുള്ളതിനേക്കാൾ കൂടുതൽ ഓൾഫാക്ടറി റെസപ്റ്റേഴ്സ് നായ്ക്കൾക്കുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ എല്ലാ ജീവികളിലും ഓരോ സെൻസ് ഓർഗൻസിലും ഉള്ള റെസപ്റ്റേഴ്സിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൂക്കിലുള്ളതിനേക്കാൾ കൂടുതൽ ഓൾഫാക്ടറി റെസപ്റ്റേഴ്സ് എവിടെ ഉണ്ട്? നായ്ക്കളുടെ മൂക്കിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓൾഫാക്ടറി റെസപ്റ്റേഴ്സ് നായ്ക്കളുടെ മൂക്കിൽ നിന്ന് നമ്മളിപ്പോൾ ആ ഓൾഫാക്ടറി റെസപ്റ്റേഴ്സിനെ എടുത്ത് ഒരു പ്രതലത്തിൽ ഒട്ടിക്കുകയാണെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? നായ്ക്കളുടെ മൂക്കിനകത്തുള്ള ഓൾഫാക്ടറി റെസപ്റ്റേഴ്സിനെ നമ്മൾ എടുത്തിട്ട് ഒരു പ്രതലം, ഒരു സർഫസിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കർച്ചീഫിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും.
എന്നാൽ മനുഷ്യൻ്റെ മൂക്കിനകത്തുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ എടുത്ത് നമ്മൾ ഒരു സർഫസിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ പുറത്ത് ഒട്ടാൻ വേണ്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നായ്ക്കൾക്ക് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിനുള്ള കഴിവുണ്ടാകുന്നത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിലേക്കാണ്. വേരിയസ് സെൻസ് ഓർഗൻസ് ആർ ഐ, ഇയർ, ടങ്, നോസ് ആൻഡ് സ്കിൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ സെൻസ് ഓർഗൻസിലും ഉള്ള റിസപ്റ്റേഴ്സും അതിൻ്റെ സ്റ്റിമുലസും എന്താണെന്ന് പഠിക്കണം. അപ്പോൾ അതൊരു ചെറിയ ഒരു ലിസ്റ്റ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഐ ആണ്. ഐ എന്ന് പറയുമ്പോൾ അതിൽ റിസപ്റ്റർ എന്ന് പറയുന്നത് ഫോട്ടോ റിസപ്റ്റേഴ്സാണ്. കണ്ണിനകത്തുള്ള പ്രത്യേക തരത്തിലുള്ള റിസപ്റ്റർ, ഗ്രാഹികൾ, അതിനെ നമ്മൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഫോട്ടോ റിസപ്റ്റേഴ്സ്. ആൻഡ് സ്റ്റിമുലസ് ഈസ് ലൈറ്റ്. അവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ലൈറ്റാണ്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഉദ്ദീപനം എന്ന് മലയാളത്തിൽ പറയും, ഉദ്ദീപനം. ഇനി എന്താണ് റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ? റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. റിസപ്റ്റേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് വിച്ച് ക്യാൻ റിസീവ് വേരിയസ് സ്റ്റിമുലൈ. Receptors are specialized cells which can receive various stimuli. വ്യത്യസ്തങ്ങളായ സ്റ്റിമുലസുകളെ സ്വീകരിക്കാൻ കഴിവുള്ള പ്രത്യേക തരത്തിലുള്ള കോശങ്ങളാണ് റിസപ്റ്റേഴ്സ്. അപ്പോൾ ആ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. The factors which cause responses are called stimulus. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ണിൻ്റെ കാര്യം പറഞ്ഞു. കണ്ണിനകത്തുള്ള റിസപ്റ്റർ എന്ന് പറയുന്നത് ഫോട്ടോ റിസപ്റ്റേഴ്സാണ്. ആൻഡ് ദ സ്റ്റിമുലസ് ഈസ് ലൈറ്റ്. ദെൻ ഇയറിലുള്ള ചെവിയിലുള്ള റിസപ്റ്റർ എന്ന് പറയുന്നത് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറയും. ദ റിസപ്റ്റേഴ്സ് സീൻ ഇൻ ദ ഇയർ ഈസ് ഓഡിറ്ററി റിസപ്റ്റർ ആൻഡ് ദ സ്റ്റിമുലസ് ഈസ് സൗണ്ട്. ചെവിയല്ലേ, അപ്പോൾ ശബ്ദം കേൾക്കുക എന്നുള്ള അനുഭവമാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ശബ്ദമാണ്. ദെൻ ടങ് മീൻസ് അറിയാലോ, നാവിലൂടെ നമ്മൾ വ്യത്യസ്തങ്ങളായ ടേസ്റ്റുകളാണ് സ്വീകരിക്കുന്നത്. നാക്കിലൂടെ പലതരത്തിലുള്ള സ്വാദുകൾ. ആ ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വീറ്റ്, ദെൻ സോർ, സാൾട്ട്, ബിറ്റർ, എക്സെട്ര. And all these tastes are received through specialized receptors called chemoreceptors. Taste receptors എന്നല്ല പറയുന്നത്, chemoreceptors. And the stimulus is different types of taste. Then നോസിൽ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആ പത്രവാർത്ത പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞായിരുന്നു. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. ദ റിസപ്റ്റേഴ്സ് ഇൻ ദ നോസ് ഈസ് ഓൾഫാക്ടറി റിസപ്റ്റർ ആൻഡ് സ്റ്റിമുലസ് ഈസ് അവിടുത്തെ സ്റ്റിമുലസ് എന്താ? സ്മെൽ. നോസിനകത്ത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്, അവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് സ്മെൽ. Then next, skin. We know that skin is the largest sense organ and organ in our body. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ്, അതുപോലെ സെൻസ് ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. സ്കിൻ റിസീവ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസസ് ആൻഡ് ഹീറ്റ്, കോൾഡ്, പ്രഷർ, പെയിൻ ആൻഡ് ടച്ച് ആർ ദ ഡിഫറെൻറ്റ് സെൻസസ് വി റിസീവ്ഡ് ത്രൂ അവർ സ്കിൻ. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ശരീരത്തിൽ തന്നെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ്. അതിലൂടെ നമ്മൾ പലതരത്തിലുള്ള ഉദ്ദീപനങ്ങളാണ്, സെൻസുകളാണ് സ്വീകരിക്കുന്നത്. അതിൽ പ്രധാനം എന്ന് പറയുന്നത് ഹീറ്റ്, കോൾഡ്, പ്രഷർ, പെയിൻ ആൻഡ് ടച്ച്. ദെൻ വി എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സെൻസേഷൻസ് ലൈക്ക് വിഷൻ, ഹിയറിംഗ് and stimuli received by receptors reach the brain in the form of impulses. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻസ് ഓർഗൻസിൽ നിന്ന് നമ്മൾ വ്യത്യസ്തങ്ങളായ സ്റ്റിമുലസ് റിസീവ് ചെയ്തിട്ട് ഇത് എവിടേക്ക് അയക്കും? ബ്രെയിനിലേക്ക് അയക്കും. അപ്പോൾ ഈ ഓർഗൻസിലുള്ള റിസപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞ ഐ, ഇയർ, ടങ്, നോസ്, സ്കിൻ, ഇതിൽ നിന്നുള്ള എല്ലാ റിസപ്റ്റേഴ്സും
ഈ സ്റ്റിമുലസുകളെ റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ബ്രെയിനിലേക്ക് അയക്കുന്നു. ബ്രെയിനിൽ എത്തിക്കഴിയുമ്പോൾ അത് അപ്പോഴാണ്, ബ്രെയിനിലെത്തിയതിന് ശേഷമാണ് നമുക്ക് ഈ അനുഭവം ഓരോന്നും ഉളവാകുന്നത്. ഇപ്പോൾ കാഴ്ചയായാലും കേൾവിയായാലും നമുക്കിത് ബ്രെയിനിലെത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഓരോന്നിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ സെൻസ് ഓർഗൻസിനെ എല്ലാം 5 എണ്ണത്തിനെക്കുറിച്ചും വളരെ വിശാലമായിട്ട് നമുക്കിതിനകത്ത് പറയാനുണ്ട്. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് ഐ ആണ്, കണ്ണുകളാണ്. ആദ്യം പറയാൻ പോകുന്നത് കണ്ണിനെ കുറിച്ചാണ്. ഐസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൻസ് ഓർഗൻ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണുകളാണ്. വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? എന്തായിരിക്കും അതിൻ്റെ കാരണം? About 80% of our sensations are provided by the eyes. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 80% അറിവുകളും അല്ലെങ്കിൽ സെൻസേഷൻസും നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏതിലൂടെയാണ്? നമ്മുടെ കണ്ണുകളിലൂടെയാണ്. About 80% of our sensations are provided by the eyes. So eyes are the major sense organ that helps the brain to evoke sensations. അപ്പോൾ നമ്മളൊരു കാര്യം കണ്ടു മനസ്സിലാക്കുന്നതും കേട്ട് മനസ്സിലാക്കുന്നതും രണ്ടല്ലേ? ഒരു കാര്യം നമ്മൾ കണ്ടു പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആ വസ്തു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു എന്തിൻ്റെങ്കിലും ഒരു ഘടന അത് കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി നമ്മുടെ ബ്രെയിനിൽ സേവ് ആവും. പക്ഷേ നമ്മൾ ഒരാൾ പറഞ്ഞ് അത് കേട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം അതിൻ്റെ പൂർണ്ണതയിൽ എത്തത്തില്ല. അപ്പോൾ കണ്ണുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെൻസ് ഓർഗൻ എന്ന് പറയുന്നത്. ഇനി കണ്ണിൻ്റെ സംരക്ഷണങ്ങളാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. കണ്ണിൻ്റെ സംരക്ഷണ മാർഗങ്ങളാണ്. അപ്പോൾ ആദ്യം കണ്ണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയണം. കണ്ണിൻ്റെ പൊസിഷൻ എവിടെയാണ് അറിയാവോ? കണ്ണ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാവോ? അറിയാം. നിങ്ങൾ പറയും പുരുകത്തിന് താഴെ എന്നൊക്കെ പറയും. അല്ല, ഐസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ സോക്കറ്റ്സ് ഓഫ് സ്കൾ. Eyes are situated in the socket or depressions in the skull. Skull means തലയോട്ടി. തലയോട്ടിയിലുള്ള കുഴികളിലാണ്. ഡിപ്രഷൻസ് എന്ന് പറഞ്ഞാൽ കുഴികൾ or socket. അപ്പോൾ eyes are situated in the depressions in the skull called eye socket. അതിനെ വിളിക്കുന്നത് eye socket എന്നാണ്. അപ്പോൾ eyes are situated in the depressions in the skull called eye sockets. Eyes are fixed by. ഇനി ഈ സോക്കറ്റിൽ വെറുതെ വെച്ചിരുന്നാൽ മതിയാ? പോരാ, അവിടെ ഉറപ്പിക്കണം. കണ്ണുകൾ ആ കുഴികളിൽ ഉറപ്പിച്ച് നിർത്തണം. ആൻഡ് ദ ഐസ് ആർ ഫിക്സ്ഡ് ബൈ എക്സ്റ്റേണൽ ഐ മസിൽസ്. ദ ഐസ് ആർ ഫിക്സ്ഡ് ബൈ എക്സ്റ്റേണൽ ഐ മസിൽസ്. പ്രത്യേക തരത്തിലുള്ള മസിൽസ്, അതിനെ നമ്മൾ എക്സ്റ്റേണൽ ഐ മസിൽസ് എന്ന് പറയും. ഈ മസിൽസ് ഉപയോഗിച്ചാണ് ഈ ഡിപ്രഷൻസിൽ കണ്ണുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഐ മസിൽസ് ഫിക്സസ് ദ ഐബോൾ ഇൻ ദ ഓർബിറ്റ് ഓർ സോക്കറ്റ്. ദെൻ ഐബ്രോസ്, എ പെയർ ഓഫ് ഐബ്രോസ്. പുരികങ്ങൾ, നമുക്കറിയാം ഒരു ജോഡി പുരികങ്ങളുണ്ട്, അതിൽ ഇങ്ങനെ ഹെയർസ് ഉണ്ട്. ആൻഡ് ദീസ് ഹെയർസ് പ്രൊട്ടക്റ്റ് ദ ഡയറക്റ്റ് എൻട്രി ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ടു ദ ഐസ്. അപ്പോൾ നമ്മുടെ പുരികത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ to prevent the direct entry of dust particles into the eye. And a pair of eyelids also protect the eye. Eyelids with eyelashes. A pair of eyelids with eyelashes also protect the eyes. And conjunctiva. പുതിയ വാക്കാണ് conjunctiva. A membrane which protect the anterior portion of the eye except the front portion. കണ്ണിൻ്റെ മുൻഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗവും
പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ആവരണം. എ മെംബ്രെയിൻ വിച്ച് പ്രൊട്ടക്ട് ദ ഐ എക്സെപ്റ്റ് ദ ഫ്രണ്ട് പോർഷൻ. ആൻഡ് കൺജങ്ക്റ്റൈവ സെക്രീറ്റ്സ് mucus which protect the eye ball from being dry. Conjunctiva secretes mucus and which protect the eyeball from being dry. അതായത് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് കണ്ണിൻ്റെ മുൻഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തെയും ആവരണം ചെയ്തിരിക്കുന്ന ഒരു ആവരണം അല്ലെങ്കിൽ ഒരു മെംബ്രെയിനാണ്. ഈ മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് എന്ന് പറയുന്ന ആ ഒരു സെക്രീഷൻ കണ്ണിനെ എപ്പോഴും ഇങ്ങനെ നനവുള്ളതാക്കി വെക്കും, ഡ്രൈ ആയി പോകാതെ നനവുള്ളതാക്കി വെക്കും. ദെൻ നെക്സ്റ്റ് വൺ, ടിയേഴ്സ്, കണ്ണുനീർ. Tear glands secrete tears and it clean and lubricate the anterior part of the eyeball. കണ്ണുനീർ ഗ്രന്ഥികൾ, നമ്മുടെ കണ്ണിൽ കണ്ണുനീർ ഗ്രന്ഥികളുണ്ട്. ഈ കണ്ണുനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സെക്രീഷനെയാണ് ടിയർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കണ്ണിനെ വൃത്തിയുള്ളതാക്കുകയും എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കും. ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ദ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ഐബോൾ. And the tears also contain an enzyme called lysozyme which has a germicidal effect. That is, it destroys the germs that enter the eyes. Tears contain an enzyme called lysozyme. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി അല്ലെങ്കിൽ എൻസൈമിൻ്റെ പേരാണ് ലൈസോസൈം. അതിന് ഒരു അണുനാശക സ്വഭാവമുണ്ട്. അതുകൊണ്ട് കണ്ണിലേക്ക് കടക്കുന്ന രോഗാണുക്കളെയും മറ്റും ഇതെന്ത് ചെയ്യാറുണ്ട്? നശിപ്പിക്കാറുണ്ട്.